ഗുഡ് മോർണിംഗ് ഗായ്സ്, എല്ലാവർക്കും സഹയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ എഴുന്നേക്കൽ ഓടലെല്ലാം ഒരുമിച്ചായിരുന്നു. എന്താ സംഭവിച്ചതെന്ന് തന്നെ കുറേയൊക്കെ എൻ്റെ മനസ്സിലായത്. എന്താ സംഭവം വെച്ചാൽ നമ്മൾ റോസിന് ഉത്തരവാദിത്വം. അവൻ ഇന്നലെ രാത്രി മൊത്തം അവിടുത്തെ സ്ക്രീനിൽ നോക്കിയിരിക്കുവായിരുന്നു. ഫുൾ ടൈം സ്ക്രീനിൽ നോക്കിയിരിക്കുവായിരുന്നു. 6:30 നമ്മൾ ഞങ്ങൾ 6:30 ട്രെയിൻ. അപ്പം 5:45 എഴുന്നേക്കാം എന്നുള്ള രീതിയിലെല്ലാം അലാറമൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം റെഡി ആയിട്ട് തന്നെയാണ്. ഇവൻ നോക്കി ട്രെയിൻ ഇവിടെ വന്നിട്ട് സമയത്ത് എത്ര മണിക്ക് നമ്മൾ ഇങ്ങോട്ട് വന്ന് 4 മണിയെല്ലാം ആകുമ്പോഴത്തേക്ക് ട്രെയിൻ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയി നിർത്തി. അതിൽ നോട്ടിഫിക്കേഷൻ വന്നു. അപ്പോൾ തന്നെ അത് പറഞ്ഞു. ഇവൻ ആദർശിനെ വിട്ടു, സീറ്റ് പിടിച്ചു. ഞങ്ങൾ രണ്ടുപേരും ക്ലോക്ക് റൂമിൽ പോയി ലഗേജ് എടുത്തു. അത് അപ്പോഴത്തേക്ക് ആദർശ് അങ്ങോട്ടേക്ക് വന്നു. നേരെ ആ ലഗേജ് മൊത്തം എടുത്ത് ഇവിടെ വന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. എന്തായാലും അതുകൊണ്ടെന്താ 2 സൈഡ് സീറ്റ് കിട്ടി. ഓൾ താങ്ക്സ് ടു റോജർ. റോജറിന് ഉത്തരവാദിത്തം വന്നു. കീപ് ഇറ്റ് അപ്പ്. ഇത് നാളെ തന്നെ കൊണ്ടുപോയി തൊലക്കരുത്. എന്റെ പൊന്നടിയാ, കണ്ണ് വെട്ടി അബദ്ധത്തിൽ എന്തോ സ്ക്രീനിലൊന്ന് നോക്കി. അത്രയും നേരം കാണാത്ത പ്ലാറ്റ്ഫോം വിട്ട് പെട്ടെന്നൊന്ന് സ്ക്രീനിൽ കണ്ടു. അണ്ണൻ അപ്പാട് ബോധോദയം വന്നു. എടാ ആകർഷണം ഒന്ന് പോയി നോക്കുന്നു പറഞ്ഞു. നീ കണ്ടോ? ഇല്ലല്ലോ. ഈ പറഞ്ഞ കൊണങ്ങണം നീ കണ്ടോ? ഞാൻ ഉറങ്ങിപ്പോയില്ലല്ലോ. ഞാനല്ലേ കണ്ടുള്ളൂ. ഞാനേ കണ്ടുള്ളൂ. അതിനാളിയാ ലെക്ക് ലെക്ക് എന്ന് പറയാ. ആ ലെക്ക് ഇന്ന് എന്റെ കൂടെ എന്ന് ഇന്ന് എന്റെ ദിവസം. അതൊന്നും അത് ഇത്ര ആയാലും പറയരുത്. ഇനിയുണ്ട് ലെക്ക് വേറെ ഇത് വേറെ. അപ്പോൾ നമ്മള് ഇപ്പോ ചെന്നൈ എഗ്മോറിലുണ്ട്. നേരെ തടിപത്രി 6 hours ട്രാവലാണ്. തടിപത്രി എത്തി. ഇന്ന് അവിടെ തന്നെ. അങ്ങനെ ഞങ്ങൾ തടിപത്രിയിലേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങളുടെ 2ാമത്തെ സംസ്ഥാനം. ഫസ്റ്റ് തമിഴ്നാടായിരുന്നു, സെക്കൻഡ് ആന്ധ്രാപ്രദേശ്. അങ്ങനെ ആദ്യമായിട്ട് ആന്ധ്രാപ്രദേശിലേക്ക് കയറി. ചെറിയ സ്റ്റേഷനാണ്, പക്ഷേ ഇവിടെ റൂംസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. ഡോർമെറ്ററി അവൈലബിൾ ആണ്. ക്ലോക്ക് റൂം അവൈലബിൾ അല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ റേറ്റൊക്കെ ചീപ്പാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ബെലൂം കേവ്സിലേക്ക് എന്തായാലും പോക്കുണ്ടാവില്ല. നാളെ ആയിരിക്കും പോകുന്നുണ്ടാവുക. പിന്നെ ജസ്റ്റ് തടിപത്രി ടൗണൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ റൂം വെച്ചു. പുള്ളിക്കാരൻ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. പുള്ളിക്കാരൻ ബാഗ് തൽക്കാലം വെക്കാൻ സമ്മതിച്ചു. നമ്മളവരുടെ ഓഫീസിന് മുന്നിൽ നിന്ന് കുറച്ച് പരിങ്ങി കളിച്ചപ്പോൾ പുള്ളിക്കാരൻ തന്നെ വന്നിങ്ങോട്ട് ചോദിച്ചു, എന്താ നിന്റെ പ്രശ്നം? ഇതാണ് ഇവിടുത്തെ താരിഫ്. ഒരു റൂമിൽ 2 പേരെ പറ്റുള്ളൂ. എക്സ്ട്രാ ആകുമ്പോൾ 100. അതായത് ഞങ്ങളോടിപ്പം പറഞ്ഞത് 24 hours ഒരു റൂമിന് 800 ആണ്. പ്ലസ് അത് ഒരു പേഴ്സൺ അധികമുള്ളത്. അപ്പോൾ 6 PM ആകുമ്പോൾ 6 PM നമ്മൾ ചെക്ക് ഇൻ ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ നാളെ ഈവനിങ് 6 PM വരെ ഉണ്ടാവും നമ്മൾ പോയി വരുന്ന രീതിയിൽ. അപ്പോൾ അതുകൊണ്ട് 6 PM വരെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു. നല്ല കമ്പനി. അവർ ഇങ്ങോട്ട് വന്നാൽ അപ്രോച്ച് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇവിടെ അധികം ആരും വരാത്ത സ്റ്റേഷൻ ആയതുകൊണ്ടാണ്. ഇനി ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണം. ഞങ്ങൾ രാവിലെ മുതലൊന്ന് രാവിലെ ആകെ കുറച്ച് ലൈറ്റായിട്ട് ബിസ്ക്കറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം കഴിച്ചതാണ്. അപ്പോൾ ഇന്ന് ഇപ്പം നേരെ അവരോട് ചോദിച്ചപ്പോൾ 2 ഹോട്ടലാണ് സജസ്റ്റ് ചെയ്തത്. ഒന്ന് ഒന്ന് സരിഗമ, പിന്നെ ഒന്നൊരു ധാബ. സരിഗമ കുറച്ച് റിച്ച് ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മറ്റേ ധാബയിലേക്ക് പോകും. ധാബയിൽ അച്ഛാ ഫുഡ് എന്നാ പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ ഞങ്ങളൊരു ധാബയിൽ വന്നു. ഇവിടെ 3 പറാട്ട. ഇവിടെ പറാട്ട അല്ലേ, 3 പറാട്ട,
ചിക്കന് 80 റുപ്പീസാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പം ഇത് പെട്ടെന്ന് കഴിക്കട്ടെ, ഇവിടെ നല്ല ചൂടാണ്. ഉച്ചക്കത്തെ ഫുഡ് കുഷ്ക റൈസും മട്ടൻ ഗ്രേവിയും. കുഷ്ക റൈസ് ഹാഫിന് 20 റുപ്പീസാണ്. കുഷ്ക റൈസ് വലിയ വികാരമൊന്നുമില്ല, പക്ഷേ മട്ടൻ ഗ്രേവിയും കൂടി കഴിക്കുമ്പോൾ നല്ല ബാലൻസ്ഡായി നല്ല ടേസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡ് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. കാരണം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഏകദേശം അതേപോലത്തെ ഫുഡ് തന്നെ. കുറച്ച് എരിവ് അധികമായിരുന്നു, പുളി അധികമായിരുന്നു, പക്ഷേ എന്നാൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവിടെ ഹാഫ് കുഷ്കക്ക് 20 റുപ്പീസാണ് പറഞ്ഞത്. ഞങ്ങൾ ആദ്യം ഹാഫ് കുഷ്ക കഴിച്ചു. അതിനുശേഷം 3 പൊറോട്ട ചിക്കൻ കറി കോമ്പോന് 80 പറഞ്ഞത്. ഞങ്ങളത് 2 എണ്ണം കൂടി വാങ്ങി. അപ്പോൾ ടോട്ടൽ ഒരു വാക്ക് 70 റുപ്പീസ് വെച്ചിട്ട് സെറ്റായി. അങ്ങനെ റൂമെത്തി. ഞങ്ങൾ വിചാരിച്ച പോലെയൊന്നുമല്ല, അത്യാവശ്യം നല്ല റൂമാണ്. ഇതാ കയറി വന്നാൽ 2 ബെഡ് അത്യാവശ്യം നീറ്റായിട്ടുണ്ട്. ആ ഷൂ ഇട്ടിട്ട് കിടക്കുന്ന എന്നെ വീട്ടിൽ കാണണം കേട്ടോ. പിന്നെ ഇതെന്തിനോ പൂട്ടി വെച്ചിട്ടുണ്ട്, എന്തിനാ അറിയില്ല, നമ്മൾ വിശ്വാസമില്ലാത്തതുകൊണ്ടൊന്നും അറിയില്ല. പിന്നെ വാഷ്റൂം നോക്കി നല്ല വൃത്തിയുണ്ട്, ഒരു മിററുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്. അവിടെ സാധാരണ റേറ്റിൽ തന്നെ ഫുഡ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് ജസ്റ്റ് രാത്രി അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചു നോക്കണം. ഉച്ചക്ക് കഴിച്ച ഫുഡ് ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു, അതൊന്നും പറയാനില്ല. ഇനി വൈകുന്നേരത്തിൽ പണി കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ പറയാം. ഇപ്പം എന്തായാലും പൊളിയാണ്, നല്ല പെരുമാറ്റമായിരുന്നു ചേട്ടൻ്റെ. ഗായ്സ്, നമ്മളിപ്പോൾ ഈവനിങ് ബുഗ്ഗ രാമലിംഗേശ്വര ടെമ്പിളിലേക്ക് പോകുന്നത്. ഞങ്ങൾ പ്ലാനിലുള്ള സ്ഥലമായിരുന്നില്ല, പക്ഷേ ഇവിടെ എന്തായാലും ഈവനിങ് ഉണ്ട്. നാളെ ഞങ്ങൾ ബേലും കേവ്സിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഇന്ന് ഈവനിങ് അവിടെ ഒന്ന് ജസ്റ്റ് പോയി കാണാമെന്ന് വിചാരിച്ചു. അത് നമ്മളെ വിജയനഗര സാമ്രാജ്യത്തിൽ ഉണ്ടാക്കിയതാണ്. 1400-1500 കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയ ഒരു ടെമ്പിളാണത്. നല്ല ആർക്കിടെക്ചറാണ്. നമ്മളെ ഹംപിയിലൊക്കെ കാണുന്ന മറ്റേ സപ്തസ്വര ഇതില്ലേ, പില്ലേഴ്സ് ഇല്ലേ, അതൊക്കെ ഇവിടെയുണ്ട്. ഞങ്ങൾ അകത്ത് കയറി കണ്ടു. നല്ല കൊത്തുപണിയും അതൊക്കെയുണ്ട്, നല്ല ശില്പങ്ങളൊക്കെ ഉണ്ട്. അകത്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നല്ല, ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആൾക്കാരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷേ ഓഡിയോ വരാൻ പറ്റില്ല, അതുകൊണ്ട് മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്. പിന്നെ അകത്ത് സപ്തസ്വര, മറ്റേ ഫേമസ് ആയിട്ടുള്ള ഹംപിയിലൊക്കെ ഫേമസ് ആയിട്ടുള്ള സപ്തസ്വര പില്ലേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ തെലുങ്കാണ്, ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ച സമയത്ത് പൂജാരിനോട് ചോദിക്കാൻ പറഞ്ഞു. പൂജാരിനോട് ചോദിച്ച സമയത്ത് പുള്ളിക്കാരൻ കറക്റ്റായിട്ട് കാണിച്ചു തന്നു. ഞങ്ങളിങ്ങനെ കൊട്ടണോ വേണ്ടയോ എന്നെല്ലാം പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ തന്നെ കൊട്ടിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആനന്ദ മൂവിയിലൊക്കെ കണ്ട പോലെ ആ ഒരു സൗണ്ടൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ആൾക്കാരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. അപ്പം ഇവിടെ കുറേ കൊത്തുപണികളുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കണ്ടു. ഹംപി ഭരിച്ചുകൊണ്ടിരുന്ന വിജയനഗര സാമ്രാജ്യം അവർ തന്നെയാണ് ഇവിടെയും ഈ ടെമ്പിളും പണി കഴിപ്പിച്ചിരിക്കുന്നത്. കൊത്തുപണികളൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മളിന്ന് ആ ടെമ്പിൾ കണ്ടു. നമ്മൾ നാളെ ബേലും കേവ്സിലേക്ക് പോകുന്നുണ്ട്. അപ്പം തിരിച്ച് ഹൈദരാബാദ് പോകാനുള്ള ബസ്സിൻ്റെ ഓട്ടത്തിലായിരുന്നു. കുറേ ബസ്സെല്ലാം ഓർഡർ ചെയ്തു, പക്ഷേങ്കിൽ എല്ലാം പെട്ടെന്ന് ടിക്കറ്റ് കഴിഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾ ഓരോ ബസ് നോക്കുന്നു, ആ പുള്ളി അവിടുത്തെ ടിക്കറ്റ് കൗണ്ടറിൽ ചേട്ടനോട് പറയുന്നു, അത് അപ്പം തന്നെ കഴിയുന്നു. അങ്ങനെ കുറേ നോക്കി അവസാനം ഒരു ബസ് കിട്ടി, ലാസ്റ്റ് ബാക്കിലുള്ളത്.
അത് മാത്രം ഞങ്ങൾ ബുക്ക് ചെയ്തു. പെട്ടെന്ന് കിട്ടിയതാണ്. ഏറ്റവും പുറകിലാണ്. 7 മണിക്കൂർ ട്രാവൽ ഉണ്ട്. നാളെ മിക്കവാറും ബസ്സിൽ നടുവോടിയതായിരിക്കും. അപ്പോൾ നാളെ 7 മണിക്ക് ബസ്. നാളെ രാവിലെ ബെലുങ്കേവിൽ പോകണം. ഉച്ചയാകുമ്പോൾ തിരിച്ചെത്തണം. ലഗേജ് എടുക്കണം. ഇതാണ് ഇന്ന് രാത്രിത്തെ ചിക്കൻ റൈസ്. ഭക്ഷണം കഴിച്ചിപ്പം റൂമിലെത്തി. ഇനിയിപ്പം ഇന്നൊന്ന് ഉറങ്ങണം. നാളെ 5 മണിക്കാണ് ഫസ്റ്റ് ബെലുങ്കേവിലേക്കുള്ള ബസ് 5 മണിക്കാന്ന് പറഞ്ഞത്. അത് ഓപ്പൺ ആവാൻ എന്തായാലും ഒരു 9 മണിയല്ലാവും. അപ്പം ഞങ്ങൾ എന്തായാലും ഒരു 8 മണിയെല്ലാം ആകുമ്പോൾ ഇവിടുന്ന് വിടാനുണ്ടാവും. അത് മാത്രമേ ഇവിടെ ഒരു സ്പോട്ടുള്ളൂ. അതിന് ശേഷം തിരിച്ച് വന്നിട്ട് വേണ്ട ഹൈദരാബാദിലേക്ക് പോകണം. അതിൻ്റെ ബസ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു. ഇപ്പം കഴിച്ച ഫുഡ് പൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ഹെവി ആയിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ശ്രദ്ധിച്ച വേറൊരു കാര്യമാണ്, ഞാൻ വരുന്നവർക്ക് 5-6 കടകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ മറ്റേ 20 റുപ്പീസിനെല്ലാം ഇപ്പോൾ ലാപ്പി ഫിസ് ഇതൊക്കെ ഉണ്ടാവും. ലാപ്പി ഫിസ്, കൊക്കോള, അതേപോലെ തംസപ്പ്, അതൊക്കെ അത് 20 റുപ്പീസ് അതാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട് 20 റുപ്പീസിന് വെലിങ്ങനെ. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, മീൻസ് എടുത്തു. എന്നാലും ഒരു ഇതിലും ചോദിക്കില്ല എത്രയായി ചോദിക്കുമ്പോൾ അവർ ആദ്യത്തെ കടയിൽ നല്ല 25. ഞാൻ പറഞ്ഞത് 20 അല്ലേ? അല്ല 25. അപ്പം ഞാൻ പറഞ്ഞത് എഴുതി കാണിച്ചു കൊടുത്തു. അല്ല 25 ആണ്. ഞാൻ തിരിച്ചു വെച്ചിട്ട് പോകുന്നു. അതിന് MRP ഇല്ലാത്ത എക്സ്ട്രാ പൈസ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതേപോലെ 3-4 കടകളിൽ തന്നെ. പിന്നെ ഒരു സ്ഥലത്ത് 23 പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്തിനാന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് കൂളിംഗ് ചാർജ്, അതായത് ഫ്രിഡ്ജിൽ വെച്ച് കൂൾ ചെയ്യുന്നതിന് 3 രൂപ അല്ലെ 5 രൂപ എക്സ്ട്രാ വന്നു. ഇതേ സമയം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ചോദിച്ചപ്പോൾ കൂളിംഗ് ചാർജും ഇല്ല, ഒന്നുമില്ല. കറക്റ്റ് MRP റേറ്റിൽ സാധനം കിട്ടി. പക്ഷേ പുറത്തുള്ള കടകളിൽ മൊത്തം ഇതാ. അവർ വിചാരിക്കുന്ന അതാറ് ഏറ്റുണ്ടെന്നാണ്. എന്ത് തട്ടിപ്പ് പരിപാടിയാണെന്ന് നോക്കിയാട്ടെ. നമ്മുടെ നാട്ടിലായിരുന്നു ഏതെങ്കിലും ഉണ്ടല്ലോ, ആ കടയൊന്ന് തീർന്നിട്ടുണ്ടാവും പോലീസുകാർ വന്നിട്ട്. കാരണം MRPയിൽ കൂടുതൽ വിലക്ക് സാധനം പറ്റുമെന്ന് പറഞ്ഞിട്ട് ഫുൾ അങ്ങനത്തെ കാര്യത്തിൽ സ്കാം ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നതിൽ ആന്ധ്രാപ്രദേശിൽ ആദ്യത്തെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ടെറൈൻ മാറി. ഇതുവരെ നമ്മൾ മീൻസ് തമിഴ്നാട്ടിലില്ല, ടെറൈൻ മാറിയിട്ട് കുറച്ച് ഡ്രൈ ആയിട്ട് ഇല്ല, എന്താ പറയുക, ഒരു പൊടിക്കാറ്റൊക്കെ ഇല്ല, ആ ഒരു ഫീലിംഗ് ആണ്. നല്ല കാറ്റുണ്ട്, ചൂടൊരു വരണ്ട കാലാവസ്ഥ. പിന്നെ ഓട്ടോക്കാർ പിന്നെ കുറച്ചും കൂടി മാന്യന്മാരാട്ടോ. ഇതുവരെ കണ്ടതിൽ ഓട്ടോക്കാരെല്ലാം അത്യാവശ്യം നല്ല മാന്യന്മാരാണ്. പിന്നെ എല്ലാവരും നല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഹിന്ദിയിലാണ് പൊതുവെ അവർ സംസാരിക്കുന്നത് നമ്മളോട്. തമിഴ് കുറവാണ്, ഹിന്ദിയിലാണ് കൂടുതലായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പം പോയി മറ്റുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുമെന്ന്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം, സജഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് റിപ്ലൈ തരാൻ പറ്റാത്തത് ഈ ട്രാവലിൻ്റെ ഇടക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്. എല്ലാ കമൻറ്റും വായിക്കുന്നുണ്ട്, സജഷൻസ് ഒക്കെ നോക്കുന്നുണ്ട്. എല്ലാവരും ഇതാണ് നോയ്സിൻ്റെ പ്രോബ്ലം. കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ഇതുണ്ട്, ഒരു പരിഹാരം നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങൾ ട്രാവലിങ്ങിലായതുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റാത്തതാണ്. ഒരു 1 വീക്കിനുള്ളിൽ അതെങ്ങനെയും റെഡിയാക്കാൻ വേണ്ടി നോക്കാം. അപ്പോൾ ബൈ ഫ്രം സഹയാത്രികർ.